ഇവിടെ പുറമെന്നുള്ള ടൂറിസ്റ്റേഴ്സ് ഒന്നും അധികം വരാറില്ലെന്നാണ് അവർ പറയണ കേട്ടോ. ഇത് അവരെ ഉരുക്കി കൊണ്ടിട്ടുള്ള അലുമിനിയം ഇവിടെ ഉണ്ട്. ഓ അവരിതാ മറച്ചിട്ട് അവിടേക്ക് ആട്ട് വരച്ചുകൊണ്ടിരിക്കണോ. ട്രഡീഷണൽ ആയിട്ടുള്ള മീൻപിടുത്തം നമ്മൾ കാണാം കേട്ടോ. തലയിൽ മീൻ ഒരു 1960-കളിലെ കേരളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ ഉരുക്കിക്കൊണ്ടിരിക്കണ്ട ആ പ്ലേറ്റ് ഒക്കെ ഉരുക്കണോ. ഷൂ പോലും ഇല്ലാണ്ടല്ലേ, സേഫ്റ്റി ഒന്നും ഇല്ല കേട്ടോ. എവിടുത്തുകാരിയാണെന്നോ എന്താണെന്നൊക്കെ നമുക്ക് അവിടെ തിരികെ കാണാം. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ മഡഗാസ്കർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രാമങ്ങളും സംഭവങ്ങളും കണ്ട് മഡഗാസ്കറിലത്തെ ഇന്നർ വില്ലേജുകൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഗോൾഡ് മൈനും എമറാൾഡ് മൈനും അങ്ങനെ ഡയമണ്ട് മൈനും ഒക്കെ തേടിയിട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. മഡഗാസ്കർ എന്ന ആ വണ്ടർലാൻഡ് എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പോണം പറഞ്ഞപ്പോ ഈസി ആയിട്ട് പറഞ്ഞു. ഡയമണ്ട് ഗോൾഡ് എല്ലാം അത് കിടക്കുന്ന തല പോണ വഴികളുണ്ട്. ചെക്കൻ്റെ കയ്യിൽ തോക്ക് അവിടെ ഇല്ലേ? തോക്ക് സൗത്തിലേക്ക് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ ഇന്ന് അവിടെ എത്തിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ പെട്ടു. പക്ഷെ അവിടെ എത്തുന്നത് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. അല്ലേ? അതല്ലേ കറക്റ്റ് സാധനം. അതന്നെ. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. മഡഗാസ്കർ സീരീസ് ഉണ്ടല്ലോ, അനുഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും സ്വാഗതം. ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന. ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? അതെ, ട്രാവലിസ്റ്റ് ഫാമിലി ഒരു വലിയൊരു യാത്ര നടത്താം ആഫ്രിക്കയിലേക്ക്. സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്ന രാജ്യങ്ങളിലൂടെ. ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഭൂമിയിലെ 7 നാച്ചുറൽ വണ്ടേഴ്സിലെ 3 നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടെയിൻ, ബോട്സ്വാനയിലെ ഒക്കവാങ്കോ ഡെൽറ്റ, സിംബാബ്വെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം. ലോകത്തിലെ ആകെ ഒരു സ്ഥലത്ത് ലയണിന്റെ കൂടെ നമുക്ക് കാട്ടിൽ കൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമുള്ളൂ. അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു. ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയിൽ 10 പേരിലധികമുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അങ്ങനെ നമ്മള് സ്വർണ്ണപ്പാടങ്ങൾ തേടിയിട്ട് പോണ വഴിക്കുണ്ടല്ലോ, ഇവിടെ സ്ഥലത്ത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നിർത്തിയിട്ടാ. പുള്ളി പറഞ്ഞു സ്വർണം കാണുന്നതിന് മുമ്പ് കുറച്ച് അലുമിനിയം ഖനനം ചെയ്താലോ. ഒരു വേറൊരു ഭീകര വിഷയം നമ്മൾ കാണാൻ പോണേട്ടാ. കണ്ടന്റിന്റെ ഒക്കെ പീക്കാണേട്ടാ. സ്ക്രാപ്പിന്ന് ഉണ്ടാക്കണല്ലേ? അത് ഉരുക്കിയിട്ടില്ലേ? ഇവിടെ തീയൊക്കെ എത്തിട്ടോ. നോക്കിയേ അണ്ടാ, അലുമിനിയം അവിടെ മേക്ക് ചെയ്യണ നോക്കിയോ മഡിന്റെ ഉള്ളില്. ഹെവി ചൂടാട്ടാ. ഈ ചൂളക്കട്ടയുടെ ഇടയിലാണ് അവര് ഉരുക്കിക്കൊണ്ടിരിക്കണേട്ടാ. ആ അതെ 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 അതെ. അലുമിനിയം ചൂടൊന്നുമില്ല. ഓ ചൂടുണ്ട് കേട്ടോ. ആ ചൂടുണ്ട് ചൂടുണ്ട്. ഇവിടെ തുടങ്ങണം. ഇവര് നോക്കിയാ പുറത്തുനിന്ന് കിട്ടുന്ന സ്ക്രാപ്പില്ല, നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളും വണ്ടിയുടെ പാർട്സ് സംഭവങ്ങളൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. ഈ സാധനത്തിന് അവർ ഉരുക്കിയിട്ടുണ്ടല്ലോ. നോക്കിയാ ഇത് ഇവിടെ നോക്കിയാ അവര് ഉരുക്കി സെറ്റ് ചെയ്യണം. നോക്കിയാ എന്തോ ഒഴിച്ചുവിടാൻ നല്ല ഉരുക്കണണ്ട. പ്ലേറ്റുകളൊക്കെ ഉരുക്കണണ്ട. നല്ല ചൂടിൽ നിന്നിട്ട് ഉരുക്കണുണ്ട്. അത് അടിയിൽ നോക്കിയാ മേക്ക് ചെയ്തോണ്ടിരിക്കട്ടോ അലുമിനിയം. അതായത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണോട്ടോ. ചൂടാട്ടോ ഓരോരോ പാർട്ടാക്കി വെച്ചിരിക്കണേ. അവരിത് കത്തിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടെ ഇറക്കി. ഇനി നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഇട്ടിട്ട് അത് കത്തിക്കട്ടെ. പുകയ്ക്കാണ് ചെയ്യണണ്ട. കത്തിക്കണല്ല, പുകയ്ക്ക് പുകച്ചോണ്ടിരിക്കുക, കനലാക്കിക്കൊണ്ടിരിക്കുക. ഓരോ സൈഡിലേക്ക് ഇട്ടുകൊണ്ടിരിക്കണണ്ട. അവിടെ കത്തണു. എന്താല്ലേ നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിരുന്ന് പോകാറില്ലേ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ശരിക്കും അതുപോലെ ഒരു ഫീലിംഗ് അല്ലേ? അത് അങ്ങനത്തെ സ്ഥലം നമുക്ക് കിട്ടില്ല. നല്ലൊരു സംഭവം. ഉരുക്കിക്കൊണ്ടിരിക്കണ്ട. ആ പ്ലേറ്റ് ഒക്കെ ഉരുക്കണുണ്ടോ? എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. എല്ലാ മെറ്റൽ ഇരുമ്പും ഒക്കെ അലുമിനിയം എന്ന് പറഞ്ഞാൽ ഇരുമ്പും അലുമിനിയം എല്ലാം ഇടുന്നുണ്ടല്ലേ? എല്ലാ മെറ്റൽസും ഇടുന്നുണ്ട്. ഓ എന്നിട്ട് താഴോട്ട്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സുഖം എന്താണെന്നറിയാമോ? ആ ചൂടുണ്ട്. നമ്മൾക്ക് തണുത്ത കാലാവസ്ഥ. ഉരുക്കി അടിയിലേക്ക് എത്തിയിട്ട് അവൻ അവിടെ ഓരോ ബോൾ പോലെ ആക്കിട്ടാ. അപ്പൊ അവൻ അവിടെ ബോളാക്കി വെക്കട്ടെ. നമ്മുടെ അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കാട്ടാ. നോക്കിയാ ഇവിടെ ചക്കലിലേക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റില്ലാട്ടാ. വേണ്ട. ആ അവര് അച്ചുണ്ടാക്കണ കേട്ടോ. വേണ്ട, അവര് അച്ചുണ്ടാക്കണതിൻ്റെ ഉള്ളു. നോക്കിയാ വേണ്ട, അലുമിനിയത്തിന്റെ ആ പ്ലേറ്റിന്റെ മോൾഡ് ചെയ്യണണ്ട. ഓ ഭയങ്കരമായിട്ടാ. അടുത്ത സാധനം, അടുത്ത മോൾഡിലുള്ള സാധനം വെച്ച് വരൂടാ. യൂട്യൂബിൽ കാണാറുണ്ട്. നമ്മള് യൂട്യൂബിലോ ഇതേ നോക്കിയാ മണ്ണ് നിറയ്ക്കണ നോക്കിയാ. നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലേ പ്രാവശ്യം? അതെ, അതാണ് അതിന്റെ കാര്യം. ഇന്നൊരു സൂപ്പ് മോൾഡ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അവര് ഉരുക്കി ഒഴിക്കണം കേട്ടോ. അതിങ്ങനെ സെറ്റ് ചെയ്ത് ഇതൊക്കെ കൈത്തഴക്കം വേണം കേട്ടോ. കൈത്തഴക്കത്തിൽ സാധനം ഉണ്ടാക്കണം അവൻ. ഓ അതല്ലെങ്കിൽ ഒഴിക്കുന്നൊന്ന് കാണണം കേട്ടോ. ആ ഇത് വിളിക്കുന്നൊരു ചെയ്യാൻ പോണവര്.
ഇതിപ്പോ അടി ഇതാ ഫൗണ്ടേഷൻ ആ സാധനം. ഇവന്റെ മേത്ത് 10 മോട്ടർ വെച്ച പോലെ വർക്ക് ചെയ്യണത് നോക്കിയാ. എനർജി ലെവൽ വേണ്ട ഇവിടുത്തെ എല്ലാവർക്കും ഉണ്ട് എനർജി. മൊത്തത്തിലല്ലേ ഒരു 10 എനർജി പാട്ടുണ്ട് ഇവിടെ. ഈ സൗത്ത് ആഫ്രിക്ക കാണുന്ന ഒരു എനർജി അല്ല ഇവരുടെ എനർജി. അതെ 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 അതെ. പിന്നെ കോൺസെൻട്രേഷൻ നോക്കിയാ ഉണ്ടാക്കണേ പാട്ട് വരച്ചുകൊണ്ടിരിക്കണോ 100% എന്ന് പറഞ്ഞിട്ടില്ല. 100ന്റെ അപ്പാപ്പൻ. നമ്മളെ കൈയും കാലൊക്കെ വെക്കുമ്പോ ശ്രദ്ധിക്കണോ. അതെ അത് അതിന് കൊണ്ടു ചാർത്തണ്ട വരുന്നുണ്ടോ. എല്ലായിടത്തും ചൂടാട്ടോ. എന്തൊക്കെ എല്ലാ പ്രോസസ്സും ഒരുമിച്ച് നടക്കണ്ട് അല്ലേ. അതിന്റെ ഉള്ളിൽ നിന്ന് ഒഴിക്കാൻ പോകുന്ന സംഭവം കേട്ടോ. അതിന്റെ ഉള്ളിലേ മറ്റേത് വേസ്റ്റ് ആണല്ലേ. അത് വേസ്റ്റാ. ഇവരുടെ ഭാഷയെ നമുക്ക് പറഞ്ഞു തരാൻ പോലെ ആരുമില്ല. നമ്മളൊരു ഓളത്തുമ്പോ കണ്ടുപിടിക്കണത്. നേരെ ഇവൻ ഉള്ളിലേക്ക് കൊണ്ടുപോകണം അവൻ. അപ്പൊ അച്ഛതെ പതുക്കെ അവൻ അതിന്റെ മോൾഡിലേക്ക് സെറ്റ് ചെയ്തോട്ടാ. ഇത് അവനെ ഉരുക്കി കൊണ്ടിട്ടുള്ള അലുമിനിയം ഇവിടെ ഉണ്ട്. അടുത്ത മോൾഡ് വെക്കും ഇവിടെ മോളിലേക്ക്. കാണാൻ കഴിച്ചേട്ടത് ആണോ. എനിക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ അവർ ഒഴിക്കാൻ പോണട്ടാ അല്ലേ. 3 അച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അത് അവര് മോൾഡിന് വിളിക്കാം. അവൻ മറ്റേ അവന്റെ മോളിൽ ചവിട്ടി കൂട്ടണം അവിടെ. എന്തിനാ 500 പണിക്കാർ ഒറ്റ പണിക്കാരൻ മതി. നോക്കിയാ ചെക്കൻ്റെ ലെവലിൽ നോക്കിയാ. അവരിത് ഒഴിക്കണം നമുക്ക് കാണാം. ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ. ഒരു മണ്ണ് നിറച്ചിട്ട് അവിടെ വെക്കട്ടാ. അതെന്താ ഇവിടേക്ക് കൊണ്ടുപോകണം അറിയില്ലട്ടാ. അപ്പൊ അതൊക്കെ അവരുടെ കുഴിയൊക്കെ ഉണ്ടാക്കി ഒരു കൈത്തച്ച് പണിയാട്ടത്. സംഭവം നമുക്കറിയില്ല. അവർ ഉണ്ടാക്കട്ടെട്ടാ. ആ ചേട്ടൻ എന്താ അതിലേക്ക് ഒഴിക്കാനായിട്ടുള്ള അലുമിനിയം കൊണ്ട് വരുന്നു. എന്താ അവർ ഒഴിക്കാൻ പോട്ടത് കണ്ടോ. സാധനം ഇന്നെ അവർ നേരെ എടുത്തിട്ടുണ്ടല്ലോ. ഈ ഹോളിലേക്ക് വെച്ച് കഴിഞ്ഞാ വെള്ളക്കിട്ടത് ഒരു ഷൂ പോലും ഇല്ലാണ്ടല്ലേ. സേഫ്റ്റി ഒന്നുമില്ല കേട്ടോ. താഴെ പോയത് തന്നെ കേട്ടാ. അവനത് എടുത്തു കേറി നിന്നു. ഷൂ എന്റെ കാളി കേട്ടാ. നോക്കിയേ വിഷ്വൽസ് ട്ടാ. തിളച്ചതാ ഉള്ളിൽ വരണട്ടാ. അവരത് ചൂടാറാണത്. ഇങ്ങനെ അവര് ഇങ്ങനെ ഇളക്കി നിൽക്കണ്ട. നമ്മള് കൂട്ടാൻ ചൂടാറാവാതിരിക്കാനായിട്ട് ഇളക്കില്ല. അതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കട്ടാ. അതിന്റെ ഉള്ളിൽ എന്തോ വരുന്നല്ലോ. വേസ്റ്റ് ആണോ അത്. അല്ല അല്ലേ. ഒരു മോൾഡിന്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്യണ്ടവരുണ്ടാ. ഒരു മോൾഡിന്റെ ഉള്ളിൽ നിന്ന് വരണട്ടാ. അവിടെ ആളെ നോക്കിയാ ചപ്പാത്തി ചൂട പോലെ നിരപ്പാക്കി എടുക്കട്ടാ. ഫിനിഷിങ്ങിന്റെ ഒക്കെ മൂർധന്യാവസ്ഥ ട്ടാ. അവര് ചെറിയ മോൾഡ് അവരുടെ ഇത് മറ്റേ മൂടി ഉണ്ടാക്കട്ടെ. മൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നോക്കിയാ. അവരെ കാലുമ്പോ സേഫ്റ്റി ഒന്നുമില്ല. എന്നാലും അല്ലക്കന്നെട്ടാ. നോക്കിയാണ്ടാ നോക്കിയാ. അവര് മണ്ണും ഇട്ടിട്ട് കോരി എടുക്കാട്ടാ. എടുത്ത് നോക്കിനോടാ. ഇത് ചെറിയ പോട്ടാ. കാല് ഇപ്പൊ പോവും. കാല് മറ്റേ മഴത്തുള്ളി നമ്മളെ കൈയും കാലും വെക്കില്ല. അതേപോലെ അവൻ കാല് വെച്ചിട്ടുണ്ടാ. നോക്കിയാ കാല്. അത് മാത്രല്ല നമ്മുടെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് നീറ് പോലെ പണിയെടുക്കുന്നത്. സാധാരണ ഒരു മടുപ്പ് വരില്ലല്ലേ എങ്ങനെ പണിയെടുക്കുമ്പോ. എടുത്താ ഊരാൻ പോണോ. ചൂട് നമ്മള് നേരത്തെ ഇട്ട സാധനം റണ്ണിങ് കണ്ടീഷനായി. പൊന്നു മണ്ണ് തന്നെ കേട്ടാ. ഈ മണ്ണിനെ റീയൂസ് ചെയ്യാനേട്ടാ. താഴത്തെ സാധനം കഴിഞ്ഞു. രണ്ടാമത് പൊക്കിട്ടാ. ദേടോ റെഡി. സാധനം റെഡി. അയ്യോ ഇവിടെ നിന്ന് മാറുന്നല്ലേ. എനിക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ കാലൊക്കെ പോകുമ്പോളേ ചെറുതായിട്ട് എവിടെയൊക്കെ പോണ പോലെ തോന്നുന്നുണ്ടാ. ഇവരെ സ്പീഡ് കാണുമ്പോ ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാണ്ടല്ലോ വയ്യാണ്ടാവൂട്ടാ. അവരിതാ മറച്ചിട്ട് അവിടേക്ക്. ഇതാ വീണ്ടും മണ്ണ് കോരി വീണ്ടും അടുത്ത സാധനം പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കട്ടാ. ഇതിന് മറ്റേ ആധുനിക ടെക്നോളജിയുള്ള മെഷീൻസ് ഒന്നും പറ്റില്ലട്ടാ. ഈ ചേട്ടന്മാരെ കയ്യും കാലിക്കുന്ന മെഷീൻ ഇത് വെക്കാൻ പോലെ. അടുത്ത സാധനം പൊന്തി ഇതാ മൂടി റെഡി കേട്ടാ. തിളക്കുന്ന സാമ്പാർ കേട്ടിട്ടുണ്ട്. തിളക്കുന്ന സാമ്പാർ ഭയങ്കര സംഭവം നടക്കണട്ടാ. ഇത് ചെറിയ പോട്ടാ. അപ്പോഴേക്ക് ആള് വന്നു. അത് പൊന്തി ഒരാളെടുത്ത് മാറ്റി അടുത്ത ആള് വന്നു. അവൻ ആ കൈ കൊണ്ട് അവന് ഗ്ലൗ ഒന്നുമില്ല. അപ്പുറത്തെ നമ്മളിതിപ്പോ ഉണ്ടാക്കി കഴിഞ്ഞ സാധനത്തിന്റെ മൂടി വെച്ചവൻ കണ്ടാ. മൂടിയെ വെച്ചൊന്ന് ചെയ്യാ. അവിടെ വന്ന വേസ്റ്റ് എല്ലാം അടുത്തതിന് എടുക്കാൻ വേണ്ടി ഞാനിതിന്റെ ഉള്ളിൽ പെട്ട് കേട്ടാ. എന്റെ പൊന്നോ കണ്ണ് ബൾബാവെന്ന് കേട്ടില്ലേ നിങ്ങള്. സെയിം സിറ്റുവേഷൻ കേട്ടോ നമ്മളിവിടെ ഫേസ് ചെയ്യണത്. ഇവിടെ ഓരോ സാധനങ്ങൾ അവിടെ നിന്ന് വരുന്നു. ഇവരിതാ പൊട്ടിക്കണു. പൊട്ടിച്ചിട്ട് നേരെ തീലിക്കണോ. അവിടെ തീലിക്ക് ഇടണു ഉരുക്കണു. ആ ഉരുക്കിയ സാധനം എടുത്തിട്ട് നേരെ ഇവിടേക്ക് കൊണ്ടിരുന്നു. ഇവിടെ നിന്ന് നേരെ എടുത്തിട്ട് ഇവരുടെ അച്ഛൻ്റെ ഉള്ളിലേക്ക് ഇവർ ഒഴിക്കണു കേട്ടോ.
ഇപ്പൊ ഇത്ര നേരം കൊണ്ട് രണ്ടാമത്തെ പണി തുടങ്ങിയവര് കണ്ടോ, രണ്ടാമത് കൂട്ടി ദണ്ട മണ്ണിട്ടു. അതിനുള്ളിൽ മണ്ണ് നിറ ചവിട്ടിയില്ലേ അവര്, ചവിട്ടി കൂട്ടിയില്ലേ, അതിന് അവർ അച്ചിട്ടാ, വേറെ അച്ഛൻ സംഭവങ്ങളൊന്നുമില്ല. ആ ചവിട്ടി കൂട്ടിയ മണ്ണിനെ അവരിത് ഇങ്ങനെ വെക്കും. ഒരെണ്ണം കഴിയുമ്പോ എന്നിട്ട് അത് പൊക്കുമ്പോ അതിന് അച്ചായി മാറും, അത് ചെയ്യും മോൾഡിങ് ആയി മാറും. കണ്ടോ എന്ത് സാധനം വെച്ചിടാ, തെറ്റി പോവാതിരിക്കാനാവട്ടെ, തെറ്റി പോവാതിരിക്കാൻ എന്താ വെച്ചു. നീ വീണ്ടും അവരെടുത്ത് പൊന്തിക്കും അളവ് പോവാതിരിക്കാൻ. മോൾഡ് കൊടുത്തോണ്ടാ, മോൾഡ് ഇട്ടിട്ട് അതിനെ ശരിക്കും അതിനെടുത്ത് മാറ്റവര് വെച്ചു. എന്താ നോക്കിയല്ലേ, മിനിറ്റുകൾ കൊണ്ടാണ് പ്രശ്നം നടക്കട്ടെ, മിനിറ്റുകൾ കൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവരവിടെ ഫിനിഷിങ്ങിന്റെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ. നോക്കുമ്പോ ഇവിടെ വേണ്ട ഒരു ചൂള കത്തിച്ചുകൊണ്ടിരിക്കണ ഇവിടെ ചേച്ചി നിന്നിട്ട് ഇതേ ഉരച്ചിട്ട് വേണ്ട അതിന് ഫിനിഷ് ചെയ്യാനുണ്ടോ. എല്ലാ പണിക്കാരും ചാടി ചാടി നിൽക്കാന്ന് കേട്ടിട്ടുണ്ടോ, ചാടി ചാടി നിൽക്കാന്ന് പറയുന്നത് വെറുതെ അതെ. ചാട്ടൻ്റെ ഇവിടെ വേണ്ട, ചാട്ടണ്ട ചാടി ചാടി. ഹലോ ഹലോ, റണ്ണിങ് ബിസിനസ് ഇട്ടാ, റണ്ണിങ് പരിപാടി കേട്ടോ. അതായത് ഇവിടെ ഒരുക്കി വയ്ക്കണോ, അതായത് പഴയ ഇരുമ്പും അലുമിനിയം ഒക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടോ. നോക്കിയാ ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അവരവിടുന്ന് അത്യാവശ്യം പരിപാടികളൊക്കെ കഴിച്ചു. ഇവിടെ ഫിനിഷിങ് വർക്ക് ആണല്ലേ, ഇവിടെ ഫിനിഷിങ് ചെയ്തോണ്ടിരിക്കുകയാണ് അവര്. ഇവർക്ക് കുറെ പേര് കണ്ടു, ഇവരൊക്കെ മുഖം കണ്ടോ, സിസ്റ്റർമാരെ കാണാവുന്നല്ലോ, ആൾക്കാർ ടൂറിസ്റ്റിൽ കാണാൻ പറ്റില്ലേ. ഇവിടെ അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം നമ്മളിവിടെ കാണാൻ പോണട്ടാ. ചിന്തിക്കാൻ പറ്റില്ല, കാല് നോക്കിയില്ലെങ്കിൽ അതും പോയി. നോക്കിയാ പഴയ സാധനങ്ങളൊക്കെ വന്നിരിക്കണ ഇതുണ്ടെന്താ പിന്നെ പറയാ കാണാൻ പോകുന്ന സാധനം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് ബുംബോ ട്രീ. നമ്മള് ലോകത്തിൽ ഇവിടെ മാത്രം കാണുന്ന ട്രീ കാണാനായിട്ട് നമ്മള് ഇവിടുന്ന് 700 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ പോണത്. ഓരോ ഇവിടുത്തെ കാടുകളിലത്തെ ഓരോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഇവിടെ അവരുണ്ടാക്കി മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ. ലോകത്തിൽ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇവര് നമുക്ക് സാൻഡപ്പിന്റെ കമന്റ് കിട്ടും. പക്ഷെ നമ്മൾ ഇത് ഗോഡ്സാനിൽ കണ്ടിട്ടുണ്ട്, ഗോഡ്സാനിൽ നമ്മൾ തന്നെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ട്രീയുടെ പ്രത്യേക ഹൈറ്റ് കൂടുതൽ, ഇവിടെ മാത്രമേ ഈ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്നുള്ളൂ. നിങ്ങൾ അതിന്റെ ഡ്രോൺ ഷോട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഞങ്ങൾ കാണിക്കും. കമ്മിങ് സൂൺ, വിഷ്വൽസ് കമ്മിങ് സൂൺ, നോ കോംപ്രമൈസ്. കോംപ്രമൈസ് അല്ല കോംപ്രമൈസ്. എന്നാണല്ലോ സൂപ്പർ കണ്ടല്ലേ, വളരെ ക്രിസ്പി ആയിട്ടുള്ള എപ്പിസോഡ്. പടപടയെന്ന് ചെല്ലുന്നു. അരമണിക്കൂർ സമയമുള്ള, അരമണിക്കൂർ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പൊ നമ്മള് ആ വില്ലേജിന്റെ പുറത്തേക്ക് ഇറങ്ങാട്ടാ. നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇതിന്റെ ഉള്ളിൽ കയറി വന്നത്. അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ലോക്കൽസ് മാത്രം പറഞ്ഞ ഒരു ഏരിയ ഉണ്ടാ. ഇവിടെ ടൂറിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ വന്ന് ഇവിടെ അടുത്തുള്ള എവിടെയോ മടത്തിന്ന് വന്ന ആൾക്കാരാട്ടാ. ഇവിടെ പുറമെന്നുള്ള ഈ ടൂറിസ്റ്റേഴ്സ് ഒന്നും അധികം വരാറില്ല എന്നാണ് ഇവര് പറയണേട്ടാ. ഓട്ടോറിക്ഷ ലൈവാട്ടാ ചേട്ടാ, ബജാജ് ഫുൾ സിംഗ് ആണ്. നോക്കിയാ വണ്ടി പോണൊക്കെ അല്ലക്കിട്ടാ. നമുക്കൊരു ട്രിപ്പ് അടിച്ചാലോ? എന്താ ഞാൻ കയറിയിരിക്കുക നല്ലത്. അതങ്ങനല്ലേ വേണ്ടേ. റോഡൊക്കെ ഭയങ്കര മോശട്ടാ, പതുക്കെ പോകാൻ പറ്റണല്ലോ. 800 കിലോമീറ്റർ ഒക്കെ 2 ദിവസം പിടിക്കുന്ന പറഞ്ഞാ എത്താനായിട്ട് തന്നെ. റോഡുകൾ ഭയങ്കര മോശാ. കുറച്ച് കഴിയുമ്പോ ടാറൊക്കെ മാറും. നമ്മളാ മരത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോ ടാറിനുണ്ടാവില്ല. പക്ഷെ ഇതിനേക്കാൾ നല്ല മണ്ണിട്ട വഴിയാ അല്ലേ. നമീബിയയിലൊക്കെ നമ്മള് മണ്ണിട്ട വഴികൾ 120 മറ്റേ ഇവിടെ ടാൻസാനിയിൽ അടിച്ചല്ലോ, 120 ഒക്കെ അടിച്ചിട്ടുണ്ടാവും നമ്മള്. പക്ഷെ ഇത് ഭയങ്കര മോശം റോഡാട്ടാ. ഗ്രാമങ്ങളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ കടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കണ് മഡഗാസ്കറിലെ ആ വൈവിധ്യങ്ങളെ തേടി. ഇവിടെ ഒന്നും സ്കൂട്ടറുകളൊന്നും കാണാനില്ലടാ. ഇവിടെ ഒക്കെ സൈക്കിളാണ്, എല്ലാവരും സൈക്കിൾ. ഒരു കൂട്ടം പറഞ്ഞ മാരേജ്. നമ്മളിത് മഡഗാസ്കറിലത്തെ കല്യാണട്ടാ. ഹലോ, ഹൗ ആർ യു? യുവർ മാരേജ്. Congratulations. അമ്മ മര പാട്ട് ഹെവിയാ. അവരുടെ ഡ്രസ്സൊന്നും അത്ര നല്ല ഡ്രസ്സല്ല, പക്ഷെ ഉള്ള ഡ്രസ്സും അവര് ഫുൾ എൻജോയ് ചെയ്തോണ്ടിരിക്കട്ടാ.
എല്ലാ ഗ്രാമത്തിലെല്ലാവരും അടുത്ത ഗ്രാമത്തിലേക്ക് പോവാ. അവളുടെ വീട്ടിലേക്ക് പോണേട്ടാ. ചെക്കനൊക്കെ എനിക്ക് 10-18 വയസ്സായിട്ടുള്ള ചെക്കൻ. 22-23. ഓ 22-23. ബെസ്റ്റ് വിഷസ്. ബൈ ബൈ. എന്റെ പൊന്നോ, അത് ഭയങ്കര സംഭവമായിട്ടാ. 23 അങ്ങനെ മഡഗാസ്കറിൽ വന്നിട്ട് നമുക്കൊരു കല്യാണം കൂടാൻ പറ്റും. എന്തായാലും ഓരോ വഴിക്ക് പോകുമ്പോ ഓരോ കാഴ്ചകൾ കേട്ടാ. അതിന് സർപ്രൈസ് ചോദിച്ചാൽ 22-23 വയസ്സെന്ന് പറഞ്ഞു, പക്ഷെ കാഴ്ചയിൽ അത്രയും പോലും തോന്നുന്നു. കൊച്ചു 17-16 എനിക്ക് തോന്നുന്നല്ലേ, പക്ഷെ ആഘോഷമായിട്ടുള്ള പരിപാടിയല്ലേ. ഓ ഭയങ്കര വിശ്വാസമായില്ലേ. അടിപൊളിയായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തോട്ടാ. ഇങ്ങനെ കുറെ ഗ്രാമങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കട്ടാ. ഓരോ വീടിനും ഓരോ ഭംഗിയിട്ട് നോക്കി നിങ്ങള് കട്ടുകൊണ്ട് പണിതിട്ടാണല്ലോ ഒരു പ്രത്യേക ഭംഗിയായിട്ട് വീടുകൾക്ക്. ഞാൻ ഇവിടുത്തെ ആകാശത്തിന്റെ ഫാനാ എന്ന് പറഞ്ഞാൽ എന്നാ ഒരു എങ്ങനെ നമ്മൾ ഫോട്ടോസ് തന്നോട് ഇൻസ്റ്റ എന്ന് പോയി നോക്കിക്കോ. അല്ല നമ്മുടെ ഇൻസ്റ്റ മാത്രമല്ലോ, നമ്മുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോ ഞാനൊരു വെളിച്ചം വേറെയാ അല്ലേ. എന്നെ ഒരു ആംബിയൻസ് ആണെന്നറിയോ, നല്ല നമുക്ക് കളർ ചെയ്തിട്ട് ഇങ്ങനെ കാക്കിയതൊന്നല്ലേ, ഇത് നാച്ചുറൽ കളർ ചെയ്തിട്ടാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. മനസ്സിന്റെ ഉള്ളിൽ മനസ്സുഖം ഉണ്ടോ. ആകാശമൊക്കെ ഉണ്ടല്ലോ വേറെ ലെവൽ. ഇങ്ങനെ ഒരു ലോകം ഭൂമിയിലുണ്ടെന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ. അതറിയണേ ആഫ്രിക്കയിലേക്ക് വരണട്ടാ. പണിയുണ്ടാ. നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വരാറായെങ്കിലും ഇവിടുത്തെ ഇലക്ഷൻ പ്രചാരണം കണ്ടോ നിങ്ങള്. ജാതി പാട്ട് വെച്ചിട്ട് അലക്കണട്ടാ, നിന്ന് അലക്കണ്. ഡാൻസ് ആട്ടോ. അമ്മാമ്മ ഡാൻസ് കളിക്കണൊക്കെ ജാതി പ്രചാരണാട്ടോ. നോക്കിയാ ആൾക്കാരില്ല പുതിയട്ടാ. കാളവണ്ടി ഇതിനാണട്ടാ മോലി. അല്ല കാളവണ്ടിന്റെ മുകളിലിട്ട കളി. അവ കാണുമ്പോ ഒരു തറവാടി കേട്ടാ. ആൾക്കാരൊക്കെ സെറ്റ് ചെയ്ത ട്രാക്ടർ വരുന്നു. അടുത്ത തറവാടി വരുന്നുണ്ട്. ഇല്ല ഇതൊക്കെ ആൾക്കാരെ സൂപ്പറിന്റെ കാസറ കൃഷി പരിപാടികൾ. എന്നെ ആകർഷിച്ചറിയോ, ഓർഗനൈസ് ചെയ്യുന്ന ആളുണ്ടല്ലോ, സോറി നമ്മളോട് പറഞ്ഞു വണ്ടി തടസ്സപ്പെടുത്തിയത്. നമ്മുടെ നാട്ടിൽ കത്തിക്കും. ഒന്നിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും കുറച്ചും കൂടെ ഒരു അഹങ്കാരം അല്ലേ, മാറാന്ന് പറയും. അതെ അതെ. പക്ഷെ ഇവിടെ നേരെ വ്യത്യാസം, നല്ലൊരു മാതൃക. നമ്മുടെ നാട്ടില് അതിനുള്ള ഒരു ബോധക്കുറവ് മൊത്തത്തിലുണ്ടല്ലോ. എന്തോരം ആൾക്കാരല്ലേ ഇങ്ങനെ ഇറങ്ങി നടക്കാട്ടാ. കാളവണ്ടിയും എല്ലാ വണ്ടികളും ഇങ്ങനെ ഉന്തി പോണൊക്കെ. ലൂണൊക്കെ ഉന്തി പോണ മാർക്കറ്റ് സജീവട്ടാ. ദിവസം ആണെങ്കിലും നോക്കിയാ ഒരു 1960-കളിലെ കേരളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ വലിയ വലിയ വണ്ടികളുണ്ട് ഇടയ്ക്ക്, അത് വേറെ കാര്യം. എന്നാലും ഓട്ടോറിക്ഷയൊക്കെ നോക്കിയാ ബജാജില്ലാണ്ട് ആഫ്രിക്കയില്ലാട്ടാ, അത് വേറെ കാര്യം. അങ്ങനെ നമ്മളെ പോണ വഴിക്ക് വെള്ളച്ചാട്ടങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പോകുന്നുണ്ട്. കൃഷി സ്ഥലങ്ങളില്ലേ അട്ടക്കടക്കുമ്പോൾ നമ്മൾ തായ്ലാൻഡൊക്കെ കണ്ടില്ലേ, അതേ സെയിം ഭൂപ്രകൃതിയുള്ള ഒരു ഏരിയ നമ്മൾ വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ചിന്തിക്കാൻ പറ്റില്ല. രാജു പോയി എന്താ പറയാ അല്ലേ. കേരളത്തിൽ നമുക്ക് ഇതിനോട് ഉപമിക്കാൻ പറ്റുന്നത് വട്ടവടയാ. വട്ടവട നമുക്ക് വേണമെങ്കിൽ പറയാം, അത് ശരിയാ. പക്ഷെ നല്ല ഫെർട്ടൈൽ ലാൻഡാ. കാണുമ്പോൾ തന്നെ അറിയാം, മണ്ണൊക്കെ നല്ല കറുത്ത് നല്ല തട്ടുതട്ടായിട്ടുള്ള ഫാമിംഗ് സെക്ടർ. അതെ അതെ, ഭയങ്കര ഒരു ആംബിയൻസ് ഉണ്ട്. ഇതിന്റെ സൈഡിൽ നിന്നിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാര്, വയലിൽ കൃഷി ചെയ്യുന്ന ആൾക്കാര്, ഉഴുന്ന് പറയണ കാളകള്. ഇവിടുത്തെ പണ്ടത്തെ ഒരു 60 കൊല്ലം 70 കൊല്ലം മുമ്പുള്ള കേരളത്തിലെ ആൾക്കാർ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഒപ്പം ഈ മഡഗാസ്കറിന്റെ ഭംഗിയും നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അത് മാത്രമല്ല, നമുക്ക് ഏത് നട്ടുച്ചയ്ക്കും നടന്ന് കാണാൻ. കാലാവസ്ഥ അതുപോലെ തണുത്ത ഊട്ടിക്കാലല്ലേ. അപ്പൊ നമുക്ക് കാണുന്നത് ഏറ്റവും രസമായിട്ടുള്ള വൈഡ് ഓപ്പൺ ഏരിയ നമുക്ക് കാണാനും പറ്റും. അതാണ് അതിന് വേറൊരു ബ്യൂട്ടി. കിടാവ്, ചെറിയ കിടാവിനെ കൊണ്ട് പോണോക്കിയ അമ്മ അവിടെ നിലത്തിൽ പണിയെടുക്കണു. കിടാവിനെ കൊണ്ട് പോണു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി നിർത്തിക്കുന്ന വിഷ്വൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പിള്ളേർ സെറ്റ് എല്ലാം ഓടി കൂടിയിട്ടുണ്ട്. ഇവർക്ക് ഒത്തിരി ആൾക്കാരുണ്ട്, എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഒരു സന്തോഷം. നമ്മളെല്ലാ ഗ്രാമത്തിലും നമ്മൾ കുറച്ച് എല്ലാവർക്കും എല്ലാ കുട്ടികളും കൊടുക്കണ ഇമ്പോസിബിൾ ആണ്. നമ്മളെവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് പിള്ളേർ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഫ്രിക്ക യാത്രകളൊന്നും നമുക്ക്
കാരണം അതിനുള്ളൊരു അറിവ് ഉണ്ടായിരുന്നില്ല. പിന്നെ അന്നത്തെ സാഹചര്യം തന്നെ വേറെ ആയിരുന്നു. കുറച്ച് കുട്ടികളെ കുറച്ച് നമുക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക എന്താ ചേട്ടാ. അതെ നമുക്ക് പോകുമ്പോ വേറെ പൈസ ചോദിച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നത് ശരിയല്ല. നമ്മൾ ഭക്ഷണമായിട്ട് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കരുതണമെന്നല്ല. നമ്മളിപ്പോൾ വരണ വഴിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കൊടുത്തല്ല, നമുക്ക് വീഡിയോ എടുക്കുന്നില്ല. നമ്മളെല്ലാം ഓരോ കുട്ടികളൊക്കെ വന്ന് കൈകൾ നിൽക്കുന്നു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ആഫ്രിക്കയിൽ നോക്കുമ്പോൾ ദാരിദ്ര്യം ഇല്ലാണ്ട് ആഫ്രിക്ക ഇല്ല, പക്ഷെ അത്രയ്ക്ക് സ്നേഹമാണ് പിള്ളേർക്ക്. ബൈ ബൈ, ഹലോ, ഷെയർ ബൈ ബൈ. എന്താ ഇവരൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ കുട്ടികളൊക്കെ നമ്മൾ ആലോചിക്കണം. എൻ്റെ പിള്ളേരൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലാട്ടോ, ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ റേസിംഗ് നടക്കട്ടെ, ജാക്ക് ഡാനിയലും മറ്റേ കൂടിയിട്ട്. അവന്റെ ബാക്കിൽ എന്ത് എഴുതിട്ടാ, പഠിക്കണ്ട, അവന് മാക്സിമം പഠിക്കണ്ട്. ബി എ വാരിയർ നോട്ട് എ വറിയർന്ന് ആദ്യ പേര് കണ്ട. ബി എ വാരിയർ നോട്ട് എ വറിയർ. ചെക്കന് ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും കള്ളം വരട്ടാ. നല്ലൊരു വേട് തന്നെയാണ് അത് കണ്ടപ്പോ അല്ലേ. അപ്പൊ നമ്മളെ പോണ വഴിക്ക് ഇവിടെ ചെറിയൊരു വയൽ സെറ്റപ്പില്ലേ ഒരു മീൻ പിടിക്കുന്നുണ്ട്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മീൻ പിടുത്തം നമ്മൾ കാണാട്ടാ. കുറെ മീൻ പിടിക്കാനായിട്ട് കുറെ ആൾക്കാർ ഇതേ നോക്കിയാ ഒരു കൊട്ടയും കൊണ്ട് നടക്കണ നോക്കിയാ. അമ്മിച്ചൊക്കെ മീൻ എടുക്കണ നോക്കിയാൽ അതിനുള്ളിൽ നിന്ന് എന്റെ അപ്പുറത്ത് വേറെ രീതിയിൽ പിടിക്കണോട്ടാ. ഒരു മീനെ കിട്ടണോ നമുക്ക് നോക്കണ്ട. ഓരോ രാജ്യത്തെ ഓരോ തരത്തിലുള്ള മീൻ പിടുത്തങ്ങളായി. ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ മീൻ പിടുത്തൊക്കെ ഒരു സാമ്യം ഉണ്ടാവട്ടെ. പക്ഷെ ഇവിടുത്തെ അമ്മമാരും ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ചെറിയ വയലിൽ നിന്നിട്ട് മീനെ പിടിക്കാണ്ടവര്. നമ്മളെ തോർത്തണ്ട് കിട്ടിയിട്ട് മീനെ പിടിക്കില്ലേ, അതേ സെറ്റപ്പ് ആണെന്ന് നോക്കിയാ. ഇവിടുത്തെ ഏരിയ ഒരു രക്ഷയില്ലട്ടോ, അമ്മത്തെ ഏരിയ ആണ്. അപ്പൊ അതൊക്കെ നടക്കട്ടാ. വീണ് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെളിയിൽ അങ്ങോട്ട് പോകും. ചേച്ചിമാര് ഫിഷ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതിൽ വേറെ കാര്യം നിങ്ങൾ നോക്കിയാ തലയില് മീൻ ഇതുണ്ടാ, ചെറിയ മീനെ നോക്കിയാ, ചെറിയ മീനെ പിടിക്കട്ടവര്. ഓ അത് ഭയങ്കര സംഭവം. എല്ലാവരുടെ തലയിലൊരു സാധനം കണ്ടാ. ഇത് നമ്മുടെ നാട്ടിലില്ലാട്ടാ, ഇത് നമ്മുടെ നാട്ടിലത്തൊരു സാധനം കണ്ടാ. ഇതുണ്ടാ ഫുള്ള് തലയിലുള്ളില് മീനെ പിടിക്കണത്. ഭയങ്കര കാഴ്ചയായിട്ട് എന്തുട്ടായാലും ഇത് നമ്മുടെ നാട്ടിലില്ലാത്തൊരു സംഭവട്ടാ. കൊട്ടയിലെ മീനെ പിടിച്ചിട്ട് തലയിലേക്ക് നേരെ ഇടണ. ഞാൻ അമ്മിച്ചിട്ടുണ്ടാ, അമ്മിച്ചിട്ടു സിമ്പിളായിട്ടിട്ടേ. ഓരോ രാജ്യത്ത് വരുമ്പോൾ നോക്കിയാ അമ്മിച്ചൊക്കെ ഭയങ്കര ഹാർഡ് വർക്കർ കേട്ടോ. നോക്കിയാ അപ്പൊ അതിന് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തലയിലേക്ക് കയറ്റിട്ടാ. നോക്കിയാ പുല്ല് വരും, പുല്ലിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തലയിലേക്ക് കയറ്റിടും. ഭയങ്കര സംഭവം നടന്നുകൊണ്ടിരിക്കണേ. ഇതായിട്ട് വേണ്ട ഇതൊക്കെ അവർ പിടിച്ചിട്ടേ അവർ ഉണക്കി സൂക്ഷിക്കും. എന്നിട്ട് ഓരോ സീസൺ വൈസ് അവര് നമ്മുടെ നാട്ടിലെ ഉണക്കമീൻ വറുത്ത് കഴിക്കുന്ന പോലെ വറുത്ത് കഴിക്കുക. എന്നാലോചിച്ച് നോക്കിയ ഭയങ്കര കാഴ്ചയില് മഡഗാസ്കറിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയായിരിക്കട്ടോ. നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം തലയിൽ വെക്കുന്ന സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. എനിക്ക് ഫിഷിങ്ങിനെ പറ്റിയിട്ട് ഒരു അറിവില്ലട്ടോ. എന്നാലും നമ്മൾ കണ്ടൊരു നല്ലൊരു കാഴ്ചയായിട്ട് എന്തായാലും. അറ്റ്മോസ്ഫിയർ നോക്കി നിങ്ങൾ അങ്ങനെ വലിച്ച് കൊണ്ടുപോകും. വലിച്ച് കൊണ്ടുപോയിട്ട് നേരെ ഇനി തലയിലേക്ക് കിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കിട്ടും. എന്തെങ്കിലും കിട്ടിയ വഴിക്ക് തന്നെ ഇപ്പൊ തലയിലേക്ക് ഇടും. ഭയങ്കര സംഭവം നടക്കണേ. അവിടെയൊക്കെ പകുതി താന്നിട്ടുണ്ട്. അവിടെ മീൻ പിടിക്കണോ. നമ്മുടെ നാട്ടിൽ പുഴ മീൻ്റെ ഒക്കെ മണം വരുന്നുണ്ട് അവിടെ എത്തിയപ്പോൾ. എൻ്റെ നാട്ടിൽ നെൽകൃഷി ചെയ്യാനായിട്ട് മുമ്പ് പാടത്ത് വെള്ളം വറ്റിക്കും. വെള്ളം വറ്റിക്കുമ്പോൾ നമ്മൾ മോട്ടോർ വരയൊക്കെ എടുത്തുമ്പോൾ ഒരു മണം വരും. നമ്മുടെ കായലിൻ്റെ ഒരു മണം വരും. ആ മണം ശരിക്കും കിട്ടണേട്ടാ. എന്തായാലും മഡഗാസ്കറിൽ ആഫ്രിക്കയിൽ വന്നിട്ട് നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. ചേട്ടനും ചേച്ചി എന്താ മീനെ പിടിച്ചിട്ട് പോകണ്ട വീട്ടിലേക്ക്. അവരുടെ ടൂളുകൾ കണ്ട നല്ല കഴുത്തിൽ മീനുണ്ട് ഉണ്ടാ. ഇവരുടെ ഉള്ളിൽ ഇതൊക്കെ മീനാട്ടാ. അയ്യോ അത് കലകി. ചെറുപക മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ വലിയ മീൻ കേട്ടോ. നമ്മളെ എവിടെ ഇറങ്ങാണെങ്കിലേ എന്ത് സംഭവം ചെയ്യുമ്പോഴും അതൊരു പുതുമയാ. എവിടെ ഇറങ്ങിയാലും ഒരു പുതുമ നടന്നുകൊണ്ടിരിക്കണ. മട്ടക്കാസ്കർ പിടിക്കാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അവരുടെ കളക്ഷൻ ടെക്നിക്ക് അല്ലേ. ഞാൻ വിചാരിച്ചത് വീണ്ടും കുനിയുമ്പോ താഴെ പോയി. പക്ഷെ അത് പോവില്ല. അതിനൊരു ഷേപ്പ് അങ്ങനെയല്ലേ. അവരങ്ങനെ മേക്ക് ചെയ്യണം. അവർ തല അങ്ങനെ സ്റ്റഡി ചെയ്യണ്ട. അതിൻ്റെ ഉള്ളു ഭയങ്കര സംഭവം. പോണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാന്ന് പറഞ്ഞു. ഇവിടുത്തെ ഫുഡ് നമുക്ക് ഇപ്പൊ റെസ്റ്റോറന്റ് സംഭവമൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കാന്ന് വിചാരിച്ചോട്ടോ. ഇത് നന്നായിട്ട് പഴുത്തുണ്ട്. ഇത് പഴുക്കാത്ത വേണമെന്ന് പറയും. നമുക്ക് ഇത് എന്തൊരു പുതിയൊരു പഴം കണ്ടോട്ടോ. നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. കൈയൊക്കെ കറുത്തിരിക്കണ പോലെ വെളിച്ചിട്ട് റെഡി ആയിട്ടാ. അവക്കാറിന്റെ ഒക്കെ സൈസ് നോക്കിയാ സൈസ് അവക്കാറോ ചിന്തിക്കാൻ പറ്റില്ല. ഹലോ, ഇത് ഇവിടുത്തെ ആപ്പിൾ, ലോക്കൽ ആപ്പിൾ കേട്ടോ. ആപ്പിളൊക്കെ ഉണ്ടാക്കണം ഇവിടെ. പിന്നെ ആപ്പിളും ഇതൊക്കെ ഉണ്ടാവും. പ്രത്യേക ഞാൻ കഴിച്ചതിന്റെ ഉള്ളിൽ എന്തൊക്കെ അരിഞ്ഞു പോയ പോലെ ടേസ്റ്റ് ഉണ്ട്. അവനെ ഇവിടെ ടേസ്റ്റ് എന്തുട്ടും ടേസ്റ്റ് ആണെന്ന് കിട്ടുന്നില്ല എനിക്ക് തനിക്ക്. മാങ്കോസ്റ്റി അതൊരു മാങ്കോസ്റ്റി നമ്മുടെ മറ്റേ ഇതാണോ ചാമ്പക്കാര ഒരു മൂടല്ലേ. ഗ്യാപ്പിൽ എടുക്കടാ ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞേ. ആ ഗ്യാപ്പിൽ അലക്കണ്. ടേസ്റ്റ് നോക്കാൻ പിന്നെ മലയാളികളെന്നൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുള്ളോ. ഞങ്ങൾ ലഞ്ച് കഴിക്കില്ല, ഫ്രൂട്ട്സ് മാത്രം, ഓൺലി ഫ്രൂട്ട്സ്. നമ്മൾ ഒരു കവർ മേടിച്ചില്ല. ഒരു 2 കിലോ ഉണ്ടാവും. നമ്മുടെ നേരത്തിൽ 150 രൂപ. എവിടെ നോക്കിയാലും ഉണ്ടല്ലോ
കുട്ടികളെ കാണാണ്ട് മഡഗാസ്കറിൽ നിന്ന് പോവാൻ പറ്റില്ലട്ടാ. കുട്ടികള് മാത്രമുള്ള വീടുകൾ കാണാനില്ല നമ്മളല്ലേ. വല്ല അടിച്ചിട്ട് തിന്നാട്ടാ. എന്തായാലും ഇവിടെ കഴുകണ ശീലമൊന്നുമില്ല, കയറി അടിക്കണട്ടാ. ഇവരുണ്ടല്ലോ ഈ ഷാരോൺ ഫ്രൂട്ട് ഒന്നും നമുക്ക് പേരിടണമെന്നില്ല. നമ്മളൊരു വീഡിയോയിൽ വന്നപ്പോൾ ഒരുപാട് ഒരു കമന്റ് ചെയ്താണ് ഷാരോൺ ഫ്രൂട്ട്. ഈ തക്കാളി പഴം ഞാൻ പറയാറ്. ഇതിവരെ പഴുപ്പിച്ചിട്ടുണ്ടല്ലോ ജ്യൂസായിട്ട് കഴിക്കണമെന്ന്. ഇതിന്റെ മുകളിൽ ചെറിയൊരു പശപ്പുണ്ട് നമ്മൾ ഈ ഇതിന്റെ തൊലി കഴിക്കുമ്പോൾ. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഫീൽ ചെയ്യണ്ടേ. അപ്പൊ ഇവിടുത്തെ മാത്രമാണെന്ന് അറിയില്ലടാ. അതെ മധുരം ആ പശപ്പ് മാറ്റുന്ന പറയുന്നത് സോ ടേസ്റ്റി. നമ്മൾ ആഫ്രിക്കയിൽ പോകുമ്പോഴേ എന്ത് കഴിച്ചിട്ട് അവിടെ സർവൈവ് ചെയ്യാന്നൊക്കെ നമ്മൾ പല സമയത്തും പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഞങ്ങളുടെയൊക്കെ മെയിൻ സർവൈവ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആണ് അല്ലേ പോയി. അത് മാത്രമല്ല ഞങ്ങൾ ആദ്യ ദിവസങ്ങളെല്ലാം ഫ്രൂട്ട്സ് കഴിക്കുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഇവിടുത്തെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പണി പാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ 3 ദിവസം നമ്മുടെ ദിവസം പോയി ഒരാഴ്ചയുള്ളേ. നമ്മള് ഇന്നും നാളെ ഫ്രൂട്ട്സ് പോകാനുള്ള പരിപാടി. പക്ഷെ മറ്റന്നാൾ മുതലല്ല, നാളെ ഉച്ചതിരിഞ്ഞ് മുതല് നമ്മുടെ മഡഗാസ്കർ ഫുഡിന്റെ വേറെ രൂപം കാണൂട്ടോ. ഇവിടെ കിട്ടില്ല ഫുഡ്സ് നമുക്ക് വരാതിരിക്കണല്ലോ അല്ലേ. ആദ്യത്തെ 2 ദിവസം മാത്രം കാണിക്കാന്ന് പറഞ്ഞു കേട്ടോ. ഇനി അങ്ങോട്ട് ഇവിടെ അടിപൊളി ഒരു സംഭവം ഉണ്ട്. നമ്മുടെ കപ്പയില്ലേ, കപ്പയുടെ ഇല ഒരു പോറഞ്ച് പോലെ ആക്കിയെടുക്കും. അതുപോലെ കപ്പയുടെ ഇല പൊടിച്ചിട്ടൊരു ഡിഷസ് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം ഫുഡ് വീഡിയോസും ഉണ്ടാവും. ഇതില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആവുകയല്ലോ അല്ലേ. അമേസിംഗ്. അപ്പൊ നമ്മള് അങ്ങനെ കുറെ ഗ്രാമങ്ങൾ താണ്ടിട്ട് ചെറിയൊരു പട്ടണത്തിലേക്ക് എത്തിരിക്കാട്ടോ. ആന്റിസ്രബി പട്ടണത്തിലേക്ക് എത്തിയപ്പോ സ്റ്റാച്ചു ഒക്കെ അവിടെ പണിതിട്ടുണ്ടോ നോക്കിയാ. പോണ്ട, നമുക്ക് കുറെ പോവാണ്ട്. നമ്മളിങ്ങനെ മഡഗാസ്കറിന്റെ ഓരോ ഭാഗം ഇങ്ങനെ അരിച്ച് പറക്കിക്കൊണ്ടിരിക്കട്ടോ. ചെറിയ മാർക്കറ്റുകളൊക്കെ താണ്ടി പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ ഫുള്ള് സൈക്കിൾ റിക്ഷകളാട്ടോ. നമ്മുടെ ഡൽഹിയിലൊക്കെ പോകാൻ ഫുള്ള് സൈക്കിൾ റിക്ഷകളാണ് വരണതും പോണതൊക്കെയാണോ നോക്കിയാണ്ടാ. ഇലക്ഷൻ പ്രചാരണം ഇവിടെ തകൃതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. അത് വേറെ കാര്യം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ ഫ്ലാഗ് കയറി വരുന്നത് കേട്ടോ. പക്ഷെ പറക്കണ്ടില്ല മഡഗാസ്കറിന്റെ ഫ്ലാഗ്. നമുക്ക് ശരിക്കും ഒരു മഡഗാസ്കറിന്റെ ഫ്ലാഗ് കിട്ടിയിട്ടാണ് പോണ വഴിക്ക്. സാധാരണ ഏത് രാജ്യത്തും ഒരു ഫ്ലാഗ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തിളങ്ങാറുണ്ട്. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും, ആഫ്രിക്കയിലെ ഏത് രാജ്യത്ത് പോയാലും അവിടെ മിഷനറീസ് അല്ലെങ്കിൽ അച്ഛന്മാര് സിസ്റ്റർമാരൊക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അതേപോലെ മഡഗാസ്കറിലുണ്ട് അങ്ങനെ ഒരു ടീം. നമ്മൾ പോണ റൂട്ടില് ഒരു മലയാളി സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ എവിടുത്തുകാരിയാണെന്നോ എന്താണെന്നൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ഒരു സ്ട്രീറ്റിലേക്ക് എടുത്തു. നമ്മൾ പോണ വഴിക്ക് കയറുന്നു ഇറങ്ങണം. പോയി പോറല്ലേ. നമുക്ക് എന്നാണല്ലോ ഇങ്ങനെ ഒരു നാട്ടിൽ വരുമ്പോൾ ഒരു മലയാളി ഉണ്ടെന്ന് അറിയുന്നത് തന്നെ സന്തോഷമാണ്. ഇവരെന്താ ചെയ്യണമെന്ന് അറിയാം നമുക്ക് ഇവിടെ. ഈ കാണാണ് സെയിന്റ് മരിയ സിസ്റ്റർ നിൽക്കുന്നുണ്ട്. മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ മഡഗാ സിസ്റ്റർ. ഹായ് സിസ്റ്റർ, നമസ്കാരം. കൊറേ പേരുണ്ടല്ലോ. ഹായ് സിസ്റ്റർ, നമസ്കാരം. ഈശോ ശരിക്കും സ്ഥിതിയായിരിക്കട്ടെ. സിസ്റ്റർ പേര് സാമൂല്യ. അമൂല്യ. സിസ്റ്റർ അമൂല്യ. സിസ്റ്റർ റോബിയ. നാട്ടിലെവിടെ? ചെമ്മണ്ണ്. ഇടുക്കിക്കാരാണ് കളിക്കണല്ലേ. നമ്മള് വേറെ സിസ്റ്റർമാരുണ്ടോ? അതെ. ഇവിടെ സ്കൂളൊക്കെ നടത്തണല്ലോ. ഇപ്പൊ പിള്ളേരെ സൗണ്ട് ആക്കാണ്ടല്ലോ. എന്നിട്ട് സിസ്റ്റർ എത്ര നാളെ ഇവിടെ വന്നിട്ട്? ഞാൻ ഇവിടെ വന്നിട്ട് 18 വർഷമായി. 18 വർഷമായി. ഇപ്പൊ അല്ല മഡഗാസ്കർ ആളാണ്. ഇവിടെ ആദ്യമായിട്ട് വന്ന് പഠിക്കുന്നതാണോ? ആദ്യത്തെ മഠം സ്വാവനേല. ഓക്കെ. 33 പ്രാർത്ഥന നടക്കുന്നുണ്ട് ഇവിടെ. വേൾഡ് മാപ്പ് ഇവിടുത്തെ ഇതാ. ഞങ്ങൾക്ക് ചോറ് വേണം, വെച്ചിട്ട് സിസ്റ്റർ നമസ്കാരം. പേര് രമ്യ. നാട്ടിലെവിടെ? ഏറ്റുമാനൂര്. അങ്ങ് തെക്കോട്ടുള്ള ആൾക്കാർ കൂടുതലല്ലേ. ഇതൊരു മലയൊരു തെക്കനാ. അപ്പൊ നമ്മള് നല്ല കപ്പയും ബീഫും കഴിച്ച സിസ്റ്റർ പറഞ്ഞു നമ്മുടെ സ്കൂളൊന്ന് കാണിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ സ്കൂൾ കാണിച്ചാലോ നമുക്ക്? ഇന്ന് എല്ലാവർക്കും ക്ലാസ് ഉണ്ടോ? എല്ലാ കുട്ടികളും ക്ലാസ് വന്നിട്ടുണ്ട്. ഇന്നുണ്ടല്ലേ. നമ്മുടെ മറ്റേ സിസ്റ്റർ ഇവിടെ നിൽക്കണ്ടല്ലോ അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ സ്കൂൾ കേട്ടോ. എത്ര പിള്ളേരെന്ന് പറഞ്ഞാൽ 650 പിള്ളേര് പഠിക്കുന്ന സ്കൂളാണ്. 650 പിള്ളേര് പഠിക്കുന്ന സ്കൂൾ നമ്മൾ കാണണം കേട്ടോ. നോക്കിയാ ഇവിടുത്തെ ഗ്രാമത്തിലെ എല്ലാവരും ഇവിടെ ഉണ്ടാവണം കേട്ടോ. അപ്പൊ സിസ്റ്റർ നമസ്കാരം. നമസ്കാരം. തൃശ്ശൂരാന്ന് പറഞ്ഞു. എവിടെയാ? ചിറ്റിലപ്പള്ളി അമല ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട്. ഓക്കെ. എന്തായാലും മഡഗാസ്കറിൽ വന്ന് ഞാൻ തൃശ്ശൂരുകാരിനെ കണ്ടതിന്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. ഇവിടെ എങ്ങനെ പോണു? സ്കൂളൊക്കെ എങ്ങനെ പോണു? സ്കൂള് ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ ഈ കുട്ടികളെ കണ്ടില്ലേ, ഇവര് തീരെ പാവപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവർക്ക് ഏക ഒരു ആശ്രയമായിട്ടുള്ള സ്കൂളാണിത്. കാരണം ഇവരുടെ പേരൻസ് എന്ന് പറഞ്ഞാൽ
ഏകദേശം 50% പേരൻസ് ബ്രോക്കൺ ഫാമിലീസ് ആണ്. ഉണ്ടാവില്ല, എല്ലാവരും ബ്രോക്കൺ ആയി പോയതാ. അപ്പൊ രണ്ടാളും അപ്പൻ ഒരാളെ കല്യാണം കഴിച്ചു, അമ്മ വേറെ ആളെ കല്യാണം കഴിച്ചു. അപ്പൊ പിന്നെ അങ്ങനെ അനാഥരെന്ന് പറയാൻ ശരിക്കും പറഞ്ഞ പിന്നെ ഉള്ളവരുടെ കുറെ വാശി, അടുത്ത വീടുകളിലെ തുണികളൊക്കെ കഴുകി അങ്ങനെയൊക്കെ ആൾക്കാരാണ് ഇവര്. ഈ പ്രായത്തിൽ ഈ ചെറിയ കുട്ടികളുടെ പ്രായത്തിൽ എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഏകദേശം 300-400 ഉണ്ട് അവിടെ. പിന്നെ 10 വയസ്സിന് താഴെ. 10 വയസ്സിന് താഴെ. പിന്നെ അതിന് മുകളിലേക്കായിട്ടും ഉണ്ട്. 650 പിള്ളേരാണ് ഇവിടെ ഉള്ളത്, ആകെ ആയിട്ടുള്ളത്. ഇതിലിപ്പോ ഇന്നത്തെ ഓരോ ദിവസം പിള്ളേരുള്ളവരാണോ, എങ്ങനെയാണ് ഇവിടെ വരുന്നത്? എല്ലാ ദിവസവും വീട്ടിൽ എല്ലാവരും വരും. 650 പിള്ളേരുണ്ട് ഇവിടെ. ഇവിടെ ഏകദേശം 16 ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. 8ാം ക്ലാസ് വരെയാണ് ഇപ്പോ. പക്ഷെ ഇവർക്ക് പേരൻസിനെ മറ്റു സ്കൂളുകളിൽ വിടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഉയർന്ന ഫീസുകളാണ് അടുത്ത സ്കൂളുകളിലൊക്കെ. അപ്പൊ നമ്മൾ ഇവരെ പാവപ്പെട്ട പിള്ളേരെ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർക്കൊരു ഭാവി ഉണ്ടാക്കാനായിട്ട്. അവര് നിങ്ങൾക്ക് എങ്ങനെയാ, നിങ്ങൾ ഇവിടെ നിന്നുള്ള കോൺഗ്രിഗേഷനുള്ള ഫണ്ട് എങ്ങനെ നിങ്ങൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണവരെ? ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ചെറിയ ഫീസ് വാങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ള ടീച്ചേഴ്സിനെ അങ്ങനെ മാക്സിമം അങ്ങനെ പൈസ അങ്ങനെ ഫണ്ടൊന്നും ഇല്ല. വരും, ഫ്രാൻസിൽ നിന്ന് വരുന്നൊക്കെ പറയില്ല, അങ്ങനെയൊന്നും ഫണ്ടുകൾ വരുന്നില്ല. അങ്ങനെ ഇല്ല. പിന്നെ അപ്പൊ ഇവിടെ ഇല്ല, അങ്ങനെ ഇല്ല. പിന്നെ ഇവിടെ ഈ സ്കൂളിലെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ഫ്രീ ആയിട്ട് നമ്മുടെ സേവനം എന്നുള്ള മട്ടില് അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു മാത്രം. എന്തായാലും സിസ്റ്റർക്ക് അടുത്ത ആഗ്രഹം അവിടെ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹം? ഇവർക്ക് ഈ കുട്ടികളുടെ പേരൻസ് തന്നെ പറയുന്നുണ്ട് സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യണം, എന്നാലും ഇവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ, മുന്നോട്ട് തുടർന്ന് പഠിക്കാനായിട്ട്. അപ്പൊ അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്കൂളിലെ ഒരു ചെറിയൊരു ബ്ലോക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് കുറച്ച് ക്ലാസ് റൂംസ് പണിയാൻ ആഗ്രഹമുണ്ട്. 8, 9, 10ലേക്ക് മാറാനായിട്ടില്ല, അങ്ങനെ പഠിക്കാനായിട്ട്. എന്തായാലും ഈ വീഡിയോ കാണാൻ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ നമുക്കും അത് സന്തോഷമായി അല്ലേ? ഈ യാത്രയിൽ ഉടനീളം കണ്ടു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒത്തിരി പബ്ലിക് സ്കൂളുകൾ എല്ലാ വില്ലേജിലും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ പറയുന്നുണ്ട്, പബ്ലിക് സ്കൂളുകളുണ്ട് പിള്ളേർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റമേ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് സിസ്റ്റേഴ്സ് നമുക്ക് ഇവരൊരു നല്ല സേവനമായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയത്. സിസ്റ്റേഴ്സ് ആയാലും ഏത് മതസ്ഥിലായാലും സേവനം ചെയ്യണ, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആരായാലും ഇതിൽ കുറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സിസ്റ്റേഴ്സ് ആണ് മാത്രമല്ലേ. ഇതുപോലെ ഒരു രാജ്യത്തിന് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവിടെ നിന്ന് ഉയർത്തിയ പിള്ളേർ അടുത്ത് ഒന്നാമത് ഒത്തിരി ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും ഉള്ള ഒരു രാജ്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. റോട്ടിൽ മൊത്തം പിള്ളേരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ ഈ രാജ്യം മുന്നോട്ട് ഇവരുടെ ഭാവി അല്ലെങ്കിൽ മഡഗാസ്കറിന്റെ ഭാവി കുട്ടികളാന്ന് പറയുമ്പോഴാണ് നമുക്ക് അടുത്തൊരു ഇത്. എന്തായാലും സിസ്റ്റർ, എന്തായാലും ബെസ്റ്റ് വിഷസ്. നിങ്ങൾക്കൊരു ഞങ്ങളുടെ ട്രാവലിസ്റ്റ് ഫാമിലിയുടെ ഒരു കൂപ്പ് കൈ. നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. വെല്ലടിക്കാറായോ? ഞങ്ങള് സ്വല്പം നേരമുള്ളെങ്കിലും കാണാൻ പറ്റിയ സന്തോഷം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി വെച്ചിട്ടുണ്ടോ? അതുപോലെ നിങ്ങൾക്ക് നല്ല സ്കൂളും നല്ല ബ്ലോക്കുകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കോൺടാക്ട് ഞാൻ അടിയിൽ മെയിൽ ഐഡിയും സംഭവങ്ങളൊക്കെ കൊടുക്കാം. ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യട്ടെ. സന്തോഷം നടക്കട്ടെ. വെൽക്കം ടു മഡഗാസ്കർ. അങ്ങനെ നല്ല കപ്പയും ബീഫും ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഞങ്ങൾ സിസ്റ്റർമാരോട് പുറത്ത് അല്ലേ, നമ്മൾ ഒരിക്കലും ബന്ധമില്ലാത്ത പ്ലാനാണ്. അതെ, ഇവിടെ എത്തിയപ്പോ ഇവിടെ സിസ്റ്റർമാരുണ്ട്, അവിടെ ചെല്ലണം എന്ന് പറഞ്ഞു. എടുക്കണം ഫോട്ടോ ഉണ്ട്. ഫോട്ടോ എന്തായാലും വരില്ലോ. അപ്പം എന്തായാലും സന്തോഷം സിസ്റ്റർ. ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തന്നാലും കുറച്ച് അച്ചപ്പം നമ്മൾ തന്നില്ല, നമ്മൾ കവറിലാക്കി മേടിച്ചാലും ഇനിയുള്ള യാത്ര വളരെ ദീർഘമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് സിസ്റ്റർ പഴം തന്നു. പഴവും അച്ചപ്പം, നല്ല അച്ചപ്പം, നാടിനെ ഓർമ്മിപ്പിക്കുന്ന അച്ചപ്പം. ഫോട്ടോ ഇഷ്ടം. അപ്പൊ താങ്ക് യു. ഇനിയും ഞങ്ങള് വരും. അടുത്ത പ്രാവശ്യം വിളിച്ചിട്ട് മറ്റേ പാൽക്കപ്പ വേറെ എന്താ പറഞ്ഞ കപ്പേല കഴിച്ചിട്ട് ഞങ്ങൾ പോകുള്ളൂ. റാവത്തൂത്ത് കഴിക്കണം. ഫോട്ടോ ഇഷ്ടം. അപ്പൊ താങ്ക് യു. പ്രാർത്ഥന ഓർത്തോളൂ ഞങ്ങളെ. അപ്പൊ ഓക്കെ, താങ്ക് യു. ചെക്കൻ കണ്ണാട ചില വണ്ടി എടുക്കുള്ളൂ, വേറെ കേസ്. ചെക്കൻ പോവാ നമുക്ക്. ഓക്കെ, ബൈ. ഭയങ്കരമായിട്ടത് തൊട്ടടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് 1/2 മണിക്കൂർ മുമ്പ് ഒരു ഇൻഫോർമേഷൻ കിട്ടില്ല സിസ്റ്റർമാരുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ സംഭവം expect തന്നെ ചെയ്തില്ലട്ടാ. പോണ വഴിക്ക് നല്ല കപ്പയും അച്ചാർ, മാങ്ങച്ചാറ് കൂട്ടിട്ടൊക്കെ കഴിക്കാൻ പറ്റില്ല. ഭയങ്കര സന്തോഷം. പോയി പവറല്ലേ ശരിക്കും പവറായത്. ഇനി നമുക്ക് ഇന്നത്തെ ദിവസമല്ലേ 91 കിലോമീറ്ററില്ലേ യാത്ര ചെയ്യാനേ 4.5 മണിക്കൂർ യാത്രയാണ് നമുക്ക്. ആ ഒരു ടെറൈനിൽ കൂടെ നമ്മൾ ഇനി യാത്ര തുടങ്ങും. ഭയങ്കര മോശം റോഡ് കൂടെ. അത് കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ വന്നിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് കുറ്റം പറയണമെന്ന് തന്നെ കേട്ടാ. പോണ വഴിക്ക് കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. കമ്മിങ് സൂൺ. നമ്മുടെ നാട്ടിൽ മാർക്കറ്റ് രാവിലെ അല്ലെങ്കിൽ വൈകിട്ടായിരിക്കും തിരക്കുണ്ടാവുക. പക്ഷെ ഇവിടുത്തെ മാർക്കറ്റ് ഉണ്ടല്ലോ 24 മണിക്കൂർ ആൾക്കാർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, നിന്നളിക്കൊണ്ടിരിക്കുക.
എന്തൊട്ട് തിരക്ക്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ തിരക്കാണ് നമ്മളിപ്പോ കാണുന്നത്. ഇപ്പോഴും നിന്നിട്ടില്ലടാ. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ജനസമൂഹമാണ്. ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ആൾക്കാരാട്ടാ. നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാട്ടാ. രക്ഷയില്ല. നമ്മള് നേരത്തെ കണ്ട അലുമിനിയം ഫാക്ടറിയിലത്തെ ഡാവലുണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. മെഷീൻ നമ്മളെ 10ന്റെ മോട്ടർ വെച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, അത് അതിന്റെ വേറെ രൂപ. ഒരു മെഷീൻ വർക്ക് ചെയ്യണ ഒരാള് നിന്ന് വർക്ക് ചെയ്യാ. ആളെ സമ്മതിക്കണം കേട്ടോ. അതെന്ന് പറഞ്ഞാല് വെറും റോ ഹാൻഡ്, ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല, ഗ്ലൗസ് ഇല്ല, ചെരുപ്പില്ല. നമുക്ക് പേടിയായി നമ്മുടെ കാലം. അത് ഞാനവിടെ മാറി കുറച്ചാലും തിളച്ച് നിൽക്കുന്ന അലുമിനിയത്തിന്റെ ലാവയാ. ഒരു തൊള്ളി തെറിച്ചാ മതി, ഉരുകി പോയി. ഇവരാരും ഇതൊരു ഉരുകിയിട്ടില്ലട്ടോ. അത് ഭയങ്കര സംഭവം. എന്തൊട്ടാ റോഡ് നിങ്ങൾ നോക്കി നോക്കിയാ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡൊക്കെ പറഞ്ഞ പോലെ ലെസോത്തോല് പോയ പോലെ നമ്മൾ ആകാശത്തേക്ക് വണ്ടി ഓടിച്ച് കയറ്റ പോലത്തെ ഒരു ഫീലിംഗ് നോക്കി നിങ്ങൾ കണ്ടാ. റോഡ് ആകാശം മുട്ട നിക്കട്ടാ. എന്തൊട്ടാ വിഷ്വൽസ്. അത് മാത്രമല്ല കേട്ടോ, അങ്ങ് മലഞ്ചെരുവിലെല്ലാം കുഞ്ഞു കുഞ്ഞു വില്ലേജുകളുണ്ട്. ചെറിയ ചെറിയ വില്ലേജുകൾ, ഓരോ മലഞ്ചെരുവിൽ അവരമ്മ മോനെ കൊണ്ട് വരണൊക്കെ എത്രയോ കിലോമീറ്റർ നടന്നിട്ട് വേണമെന്നറിയോ അവർക്ക് ഇന്നെ എവിടെയെങ്കിലും എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ചിന്തിക്കാൻ പറ്റാത്ത ഒരു ടെറൈൻ ഇവിടെ നമ്മൾ പോണട്ടാ. മഡഗാസ്കറിന്റെ വേറെ രൂപം. സാധാരണ ഐലൻഡുകളിൽ നിന്നൊക്കെ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ടെറൈൻ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ 8ാമത്തെ കോണ്ടിനെന്റ് എന്ന് വിളിക്കുന്നത്. ഈവൻ നമ്മളിപ്പോ നാളെ അങ്ങ് പോകുന്ന സമയം സൗത്തിലോട്ട് ചെല്ലുമ്പോഴേക്കും ഈ ഡെസേർട്ട് ടൈപ്പ് ആയിട്ട് സാൻഡി ടെറൈൻ ഉണ്ട്, മൗണ്ടൻ ടെറൈൻ ഉണ്ട്, റിവേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഒരു കോണ്ടിനെന്റിന്റെ എല്ലാ ബിഹേവിയറും പിന്നെ ജൈവ വൈവിധ്യങ്ങളും കൊണ്ടും ഭയങ്കര യുണീക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് കോണ്ടിനെന്റ് പിന്നെ വെതറും നല്ല വെതർ സീസൺ, ഈ ചൂട് ഇല്ലാണ്ട് ആ രീതിയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അടിപൊളി. എല്ലാവരും വന്ന് കാണാൻ നന്നായിട്ടുള്ള, അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാതെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ വീഡിയോക്ക് പഞ്ച് കിട്ടാൻ വേണ്ടി പറയണമെന്നല്ലടാ. നിങ്ങൾക്ക് മഡഗാസ്കർ വീഡിയോ തുടങ്ങിയപ്പോൾ ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടാവട്ടോ. ഒരു വേറൊരു ടെറൈൻ തന്നെയാണ്. നിങ്ങൾ വൺസ് എപ്പോഴെങ്കിലും ആഫ്രിക്കയില് ഈ ഒരു ടെറൈൻ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എന്തായാലും വന്ന് കാണണം. വെൽക്കം ടു മഡഗാസ്കർ. നമ്മള് മഡഗാസ്കറിനെ കാണും തോറില്ലേ സ്നേഹം കൂടിക്കൊണ്ടിരിക്കുക. എന്തൊട്ടാ ടെറൈൻ ചിന്തിക്കാൻ പറ്റില്ല. ചോളം മുളക്കാൻ വെച്ചിട്ട് ഇത് തിരിച്ചു കൊണ്ടുപോകണം. റോഡ് മോശമായിരുന്നേ, ചെറിയ വഴികളാണ് ചില സ്ഥലത്ത്. വണ്ടിക്ക് വരണൊക്കെ ലോറി കൂടിയിരിക്കും. ഇപ്പൊ ഒരു പോക്ക് കൂട്ടാ 2 പറഞ്ഞിട്ട് കൂടിയാലോട്ടാ. റോഡ് ഇരുന്ന് പോയതാ അല്ലേ? വെയിറ്റുകാരൻ്റെ 200 പോയിട്ടുള്ളതുകൊണ്ടാ. നല്ല രീതിയിൽ പിന്നെ റോഡൊക്കെ ചെറുതായി വരും അല്ലേ? റോഡൊക്കെ ചെറുതായി വരുന്നു. ഇരുട്ടായിക്കൊണ്ടിരിക്കണു. സൂര്യയുടെ പോവാറായിട്ടാ. നമുക്ക് നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മള് ഇന്ന് താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇനി 1 മണിക്കൂർ യാത്ര ഉണ്ട്. രാത്രി ആയതോടുകൂടി നമ്മുടെ ആൾക്ക് ചെറിയ ഭയം ഇല്ല അല്ലേ? പുള്ളി പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ റോഡൊക്കെ ചെറുതായതുകൊണ്ട് അങ്ങനെ ഓടി എത്താനും പറ്റുന്നില്ല. വളവും തിരിവും വണ്ടികളും കണ്ടിരിക്കാൻ പറ്റും നമുക്കല്ലേ. എങ്ങനെ നോക്കിയാലും നമ്മളിങ്ങനെ നോക്കിയിരുന്നാ മതി. കണ്ടന്റും ആൾക്കാരൊക്കെ നമുക്ക് ഒന്ന് കിട്ടൂട്ടാ. പിന്നെ നല്ല മനോഹരമായ വീട്. പിന്നെ വേറെ കാര്യം പ്ലാസ്റ്റിക് ഞങ്ങൾ പറയായിരുന്നു അല്ലേ? പ്ലാസ്റ്റിക് അധികം കാണാനില്ലല്ലോ. റോഡ് സൈഡിലായാലും അവർ ഉപയോഗിക്കുന്നതാണേലും എനിക്കാണ് ഇവര് ഉപയോഗിച്ച് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ഇതായിരിക്കും, പ്ലാസ്റ്റിക് ആയിരിക്കും. സാധാരണ നമ്മൾ ആഫ്രിക്കൻ കൺട്രികളൊക്കെ അങ്ങനെ കാണാറ്. ഓരോ വീടിനും ഓരോ ഭംഗിയാണ് അല്ലെ. ആർക്കിടെക്ചറിന്റെ വേറെ രൂപങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടെ ബിൽഡിംഗ് പണിയണൊക്കെ വേറെ കാര്യം. പിന്നെ ഒരു പ്രത്യേകത ഇവിടെ സാധാരണ ആഫ്രിക്കൻ കൺട്രികളിലൊന്നും 2 നില വീടുകൾ അങ്ങനെ ഇല്ല അല്ലെ? പക്ഷെ ഇവിടുത്തെ എല്ലാ വീടുകളും മണ്ണിട്ട വീടാണെങ്കിൽ 2 നില വീടാണ്. അങ്ങനെ നമ്മള് ദൂരങ്ങൾ താണ്ടി അംബോസിറ്റ സിറ്റിയിലേക്ക് എത്തിയിരിക്കുക. നമ്മള് അടുത്ത ദിവസങ്ങളൊക്കെ മൈനിങ്ങും സംഭവങ്ങളും നമ്മൾ ഗോൾഡിനെ പറ്റിയിട്ട് എപ്പോഴും പറയാനില്ല ചേട്ടാ. നമ്മുടെ അടുത്ത സാമ്രാജ്യം കാണാൻ വേണ്ടി നമ്മള് അംബോസിറ്റയിലേക്ക് ഈവനിങ്ങിൽ എത്തിയിരിക്കണ്. അപ്പൊ ഇവിടെ നമുക്ക് റൂം തൽക്കാലം എടുക്കണം. ഇന്ന് റൂം എടുത്ത് ഇവിടെ താമസിച്ച് നാളെ രാവിലെയാണ് നമ്മള് ഗോൾഡ് തപ്പി ഇറങ്ങാൻ പോണത്. ഗോൾഡ് വഴിയിൽ പോകുമ്പോൾ വാരി എടുക്കാൻ പറ്റും, വീടിന്റെ ഉള്ളിൽ നിന്ന് വാരി എടുക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ കാഴ്ചകള് തേടാനായിട്ട് ഈ സിറ്റിയിലേക്ക് വന്നേ പറ്റൂ. ഈ സിറ്റിയിൽ നിന്ന് നമ്മൾ അവിടെ ഡൈവേർട്ട് ആയി പോവാ. സ്വല്പം നാളെ മുതലുള്ള ഇന്ന് മുതലേ ഡേഞ്ചറാണ്. ഈ സിറ്റി മുതലേ ഡേഞ്ചറാണ്. സ്വല്പം നമ്മുടെ ഡേഞ്ചർ ഇതുവരെ പറഞ്ഞില്ല മഡഗാസ്കർ. പക്ഷെ ഈ ഒരു ഏരിയയിൽ നിന്ന് സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത് അംബോസിത്ര എന്നാണ് ഇതിന്റെ പേരിട്ടാ. പെൻഡ്രൈ നമ്മൾ ആ സിറ്റിയിലേക്ക് നമുക്ക് റൂമൊക്കെ എടുത്ത് എന്തെങ്കിലും കഴിച്ച് ഭയങ്കര ഉറങ്ങാലോ ചേട്ടന്. ഒന്ന് ഫ്രഷ് ആവണം. നാളെ നമുക്ക് ഉറക്കമില്ലാത്ത രാത്രി എന്ന് പറഞ്ഞ പോലെയാണ്. നാളെ മറ്റന്നാളെ നമ്മുടെ ജീവൻ മരണ പോരാട്ടമാണ്. അപ്പൊ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നമുക്ക് നടത്തണം കേട്ടോ.
സിറ്റി വലിയ സിറ്റി ആണെങ്കിലും ലൈറ്റ് ഒന്നും ഇല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വളരെ കുറച്ചുള്ളൂ. ആൾക്കാർ ഇരുട്ടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചീറിപ്പായിട്ടാ. പിള്ളേർ സ്കൂൾ കഴിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. ചില നേരത്തൊക്കെ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് പേടിയാവും. പിള്ളേർ തട്ടോ തട്ടില്ലെന്നൊക്കെ തോന്നും. പക്ഷെ തട്ടിട്ട് തരാൻ തരും. കണ്ട ഇരുട്ടാണ് മൊത്തം. വേറെ ലൈറ്റ് ഒന്നും കാണാനില്ലേട്ടാ. നമ്മളിവിടെ ഇവിടെ ഒരു ഹോട്ടലാണ് അവൻ പറയണേ താമസിക്കാന്ന്. ഇത്തിരി സേഫ് ആയിട്ട് വണ്ടി ഇടണേ. രാത്രിയൊക്കെ നമ്മള് വണ്ടി മിസ്സിങ് വരാൻ പാടില്ല. അപ്പൊ അത് കാരണം ഇത്തിരി സേഫ് ആയിട്ട് വണ്ടി ഇടും വേണം. അന്ന് നമുക്ക് അത്യാവശ്യം സൗകര്യമുള്ള സ്ഥലവും വേണം. നമ്മുടെ ഹോട്ടലിൽ നമ്മുടെ ചേട്ടനും വഴി തെറ്റിണ്ട് ചെറുതായിട്ട്. ആൾക്കാർ പാസ് ചെയ്യണം. നിങ്ങൾ രാത്രിയായിട്ടും ഒരു അമ്മയ്ക്ക് അപ്പനും പേടില്ല നോക്കി. പിള്ളേരെ പറഞ്ഞ സ്കൂള് കഴിഞ്ഞ് ഇരുട്ടത്തെ പോണട്ടോ. അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുട്ട് തന്നെയാണ്. രക്ഷയില്ല. വണ്ടിയിൽ വെട്ടം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലട്ടോ. കടകളിൽ ചെറിയ സോളാർ ലൈറ്റുകളൊക്കെ ഉള്ള പോലെ ചെറിയ ലൈറ്റുകൾ കടകളിൽ എഴുതിയിലൊക്കെ എത്തിച്ചിട്ടാണ് കടകളിൽ കച്ചവടം നടത്തണം കേട്ടോ. ഇവന് വഴി മനസ്സിലാവണ്ടേ. വഴി എവിടെ മിസ്സിങ് പറ്റിയിട്ടുണ്ടോ. കുറെ നേരം നോക്കണം കേട്ടോ. ചെക്കൻ നമ്മൾ രാത്രി പെടുത്തില്ലട്ടാ. നമുക്ക് രണ്ടുപേരുള്ള കാരണം സ്വല്പം ധൈര്യം ഉണ്ട് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ നാലച്ചക്കൊക്കെ പോത്താ പോവും. Leading over here, especially because of the house. If you are looking very well to the style of the houses, it is typically Malagasy, but it is modern. Modern, yeah. Madagascar style. We are going to Madagascar style. Yes, that's it. Yeah. നമ്മൾ താമസിക്കാൻ പോണത് ഒരു മഡഗാസ്കർ സ്റ്റൈലിലുള്ള വീട്ടിലാണെന്ന് പറയണേട്ടാ. ടൂ മച്ച് എക്സ്പെൻസീവ് ഒന്നല്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കി വെക്കാം എത്ര വരുന്നുള്ള കേട്ടോ. ചെറിയ ചെറിയ ഹെട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ നോക്കിയാണ്. സായിപ്പത്തികളൊക്കെ ഉണ്ട് നൈസായിട്ട്. ഹെറിറ്റേജ് മൂട് നമ്മുടെ നാളത്തെ ഹെറിറ്റേജ് എന്നൊക്കെ പറയില്ലേ, ആ കൺസെപ്റ്റ് ഇട്ടാ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഹെറിറ്റേജ് ഹട്ട് നമുക്ക് കിട്ടിയിരുന്നു. ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് ഏകദേശം 60,000 ഇവിടുത്തെ പൈസ ഏകദേശം $12 കേട്ടോ. നാട്ടിലത്തെ ഒരു 1000 രൂപയ്ക്ക് നമുക്ക് നല്ലൊരു 70. അപ്പോൾ ഒരു 1200 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്പേസിൽ നമുക്ക് ബാത്റൂമുകളൊക്കെ മുകളിൽ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ ഒരു 1200 രൂപയ്ക്ക് ഒരു ഹെറിറ്റേജ് പരിപാടി അല്ലേ. ചെറിയ ചെറിയ ഹട്ട് ടൈപ്പുള്ള ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന. ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ. അതെ, ട്രാവലിസ്റ്റ് ഫാമിലി ഒരു വലിയൊരു യാത്ര നടത്താം ആഫ്രിക്കയിലേക്ക്. സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്ന രാജ്യങ്ങളിലൂടെ. ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഭൂമിയിലെ 7 നാച്ചുറൽ വണ്ടേഴ്സിലെ 3 നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടെയിൻ, ബോട്സ്വാനയിലെ ഒക്കവാങ്കോ ഡെൽറ്റ, സിംബാബ്വെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം. ലോകത്തിലെ ആകെ ഒരു സ്ഥലത്ത് ലയണിന്റെ കൂടെ നമുക്ക് കാട്ടിൽ കൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമുള്ളൂ. അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു. ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയിൽ 10 പേരിലധികമുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.